ഗെയിം ഓഫ് ത്രോൺസ് സീസൺ 1 എപ്പിസോഡ് 5ലേക്ക് സ്വാഗതം. ദ വുൾഫ് ആൻഡ് ദ ലയൺ എന്നാണ് ഈ എപ്പിസോഡിന്റെ പേര്. ഇന്നത്തെ എപ്പിസോഡ് വെറുമൊരു കഥയല്ല, വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമാണ്. വിന്റർഫെല്ലിലെ ചെന്നായിയും കാസ്റ്റർലി റോക്കിലെ സിംഹവും ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. കഥയിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. കഥ തുടങ്ങുന്നത് ടൂർണമെന്റ് മൈതാനത്താണ്. നെഡ് സ്റ്റാർക്ക് അവിടെ നടക്കുമ്പോൾ സർ ബാരിസ്താൻ സെൽമിയെ കാണുന്നു. അവർ സംസാരിക്കുന്നത് ദുരൂഹമായി കൊല്ലപ്പെട്ട സർ ഹ്യൂവിനെക്കുറിച്ചാണ്. നെഡ് സ്റ്റാർക്ക് ചോദിച്ചു, സർ ഹ്യൂവിനിവിടെ കുടുംബക്കാരനായി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ബാരിസ്താൻ സെൽമി പറഞ്ഞു, ഇല്ല പ്രഭു. ഇന്നലെ രാത്രി അവനു കൂട്ടിരിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ആരുമില്ല. നെഡ് സ്റ്റാർക്ക് ആലോചനയോടെ ചോദിച്ചു, ആരാണ് അവന് ദ മൗണ്ടനെതിരെ മത്സരിക്കാൻ നറുക്കെടുത്തു കൊടുത്തത്? ബാരിസ്താൻ സെൽമി പറഞ്ഞു, എല്ലാ നൈറ്റുകളും സ്വന്തമായി നറുക്കെടുക്കുകയാണ് പതിവ്. നെഡിനവിടെ എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ഒരു സാധാരണ സ്ക്വയറായിരുന്ന സർ ഹ്യൂവിന് എങ്ങനെയാണ് ഇത്രയും വിലപിടിപ്പുള്ള പുതിയ പടച്ചട്ട ആർമർ വാങ്ങാൻ പണം കിട്ടിയത്? ആരോ അവന് പണം കൊടുത്തിട്ടുണ്ട്. അവനെ മിണ്ടാതാക്കാൻ ആരോ ദ മൗണ്ടനെ ഉപയോഗിച്ച് അവനെ കൊന്നതാണ് എന്ന് നെഡ് സംശയിക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ട് രാജാവായ റോബർട്ട് ബരാത്യോണിന്റെ ടെന്റിലേക്ക് നടക്കുന്നു. അവിടെ റോബർട്ട് തന്റെ പഴയ പടച്ചട്ട ആർമർ ഇടാൻ ശ്രമിക്കുകയാണ്. സ്ക്വയറായ ലാൻസൽ ലാനിസ്റ്റർ അതിട്ടുകൊടുക്കാൻ പാടുപെടുന്നു. റോബർട്ടിന്റെ വണ്ണം കാരണം അത് പാകമാകുന്നില്ല. റോബർട്ട് ബരാത്യൻ ദേഷ്യത്തോടെ ലാൻസലിനോട് പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് ബുദ്ധിയില്ലായിരുന്നോടാ? നോക്കിവനെ, ഒന്നിനും കൊള്ളാത്തവൻ. ഒരു ആണിന് പടച്ചട്ട ഇട്ടുതരാൻ പോലും ഇവനറിയില്ല. നെഡ് സ്റ്റാർക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ആ പടച്ചട്ടയ്ക്ക് അകത്ത് കയറാൻ പറ്റാത്തത്ര തടിച്ചുപോയി. റോബർട്ട് ബരാത്യൻ തിരിഞ്ഞുനോക്കി ഗൗരവത്തിൽ ചോദിച്ചു, തടിച്ചെന്നോ? നിന്റെ രാജാവിനോട് അങ്ങനെയാണോ സംസാരിക്കുന്നത്? നിനക്ക് തമാശയാണല്ലേ? പെട്ടെന്ന് രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നു. ഇത് കണ്ട് ലാൻസലും ചിരിക്കുന്നു. റോബർട്ട് ബരാത്യൻ ദേഷ്യത്തോടെ ചോദിച്ചു, ചിരിക്കുന്നോ? നിനക്ക് തമാശ ഇഷ്ടപ്പെട്ടോ? രാജാവ് തടിച്ചുപോയെന്ന് ഹാൻഡ് പറഞ്ഞത് കേട്ടില്ലേ? പോയി ആ ബ്രസ്റ്റ് പ്ലേറ്റ് സ്ട്രെച്ചർ എടുത്തുകൊണ്ടുവാ വേഗം. ലാൻസൽ പേടിച്ച് ഓടിപ്പോകുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉപകരണമില്ല. രാജാവ് അവനെ പറ്റിച്ചതാണ്. റോബർട്ട് വീണ്ടും പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നു. റോബർട്ട് ബരാത്യൻ പറഞ്ഞു, എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കണം. ആരെയെങ്കിലും എനിക്ക് അടിക്കണം. നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, അങ്ങ് രാജാവാണ്. അങ്ങയെ ആരും തിരിച്ചു തല്ലില്ല. അവർ അങ്ങയെ ജയിക്കാൻ അനുവദിക്കും. റോബർട്ട് ബരാത്യൻ നിരാശയോടെ ചോദിച്ചു, ആ ഭീരുക്കൾ എന്നെ ജയിക്കാൻ അനുവദിക്കുമെന്നാണോ നീ പറയുന്നത്? നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, അതെ. അങ്ങയെ വേദനിപ്പിക്കാൻ ആരും ധൈര്യപ്പെടില്ല. ഇത് കേട്ടപ്പോൾ റോബർട്ടിന് ദേഷ്യവും സങ്കടവും വന്നു. എങ്കിൽ കൂടുതൽ വീഞ്ഞുകൊണ്ടുവാ എന്നു പറഞ്ഞ് അദ്ദേഹം മദ്യപിക്കാൻ തുടങ്ങി. മത്സരക്കളത്തിൽ കാണികൾ ആവേശത്തിലാണ്. ഭീമാകാരനായ ഗ്രെഗോർ ക്ലെഗെയ്ൻ ദ മൗണ്ടനും സുന്ദരനായ സർ ലോറാസ് ടൈറൽ ദ നൈറ്റ് ഓഫ് ഫ്ലവേഴ്സും തമ്മിലാണ് മത്സരം. ഗാലറിയിലിരുന്നുകൊണ്ട് ലിറ്റിൽ ഫിംഗർ റെൻലി ബരാത്യനോട് പന്തയം വയ്ക്കുന്നു. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, 100 സ്വർണ്ണ നാണയങ്ങൾ ഞാൻ മൗണ്ടനുമേൽ വയ്ക്കുന്നു. റെൻലി അത് സ്വീകരിക്കുന്നു. സാൻസ സ്റ്റാർക്ക് പേടിയോടെ ഇതെല്ലാം കണ്ടിരിക്കുന്നു. മത്സരം തുടങ്ങുന്നു. ലോറാസ് ടൈറൽ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. അവൻ കൊണ്ടുവന്നത് ഒരു പെൺകുതിരയെയാണ്. മൗണ്ടനിന്റെ ആൺകുതിര അത് കണ്ട് നിയന്ത്രണം വിടുന്നു. ലോറാസ് കൃത്യമായി കുന്തം കൊണ്ട് മൗണ്ടനെ വീഴ്ത്തുന്നു. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, ലോറാസിന് അറിയാമായിരുന്നു അവന്റെ കുതിരയ്ക്ക് ഇളക്കമാണെന്ന്. നല്ല തന്ത്രം. സൻസ സ്റ്റാർക്ക് പറഞ്ഞു, അതില് ഒരന്തസ്സുമില്ല. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, അന്തസ്സില്ല, പക്ഷെ സ്വർണമുണ്ട്. തോൽവി സമ്മതിക്കാൻ മൗണ്ടൻ തയ്യാറായില്ല. അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് വാളെടുത്ത് സ്വന്തം കുതിരയുടെ തല ഒറ്റ വെട്ടിന് താഴെയിടുന്നു. ആൾക്കൂട്ടം ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നു. അവൻ നേരെ ലോറാസിനെ കൊല്ലാൻ ചെല്ലുന്നു. ലോറാസ് നിലത്ത് വീഴുന്നു. പെട്ടെന്ന് സാൻഡോർ ക്ലെഗെയ്ൻ ദ ഹൗണ്ട് അവിടെയെത്തി തന്റെ ചേട്ടനായ മൗണ്ടനെ തടയുന്നു. 2 സഹോദരന്മാരും തമ്മിൽ ഭീകരമായ വാൾപ്പയറ്റ് നടക്കുന്നു. റോബർട്ട് ബരാത്യൻ എഴുന്നേറ്റുനിന്ന് അലറി, നിർത്തൂ. രാജാവിന്റെ പേരിൽ കൽപ്പിക്കുന്നു, ഈ ഭ്രാന്ത് നിർത്തൂ. മൗണ്ടൻ ദേഷ്യത്തോടെ മടങ്ങിപ്പോകുന്നു. ജീവൻ രക്ഷിച്ചതിന് നന്ദിയായി ലോറാസ് ടൈറൽ ഹൗണ്ടിന്റെ കൈ ഉയർത്തിപ്പിടിച്ച് അവനെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. ജനം അവർക്കുവേണ്ടി കൈയടിക്കുന്നു. കഥ മാറുന്നത് കാട്ടിലേക്കാണ്. കാറ്റ്ലിൻ സ്റ്റാർക്കും ബന്ധിയാക്കിയ ടിരിയൻ ലാനിസ്റ്ററും യാത്ര ചെയ്യുകയാണ്. ടിരിയനെ വിന്റർഫെല്ലിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കാറ്റ്ലിൻ കള്ളം പറഞ്ഞിരുന്നു. പക്ഷേ അവർ പോകുന്നത് വെയിലിലേക്കാണ്. ടിരിയൻ ലാനിസ്റ്റർ പറഞ്ഞു, ഇത് കിഴക്കൻ വഴിയാണ്. നമ്മൾ വെയിലിലേക്ക് നിങ്ങളുടെ സഹോദരിയുടെ അടുത്തേക്കല്ലേ പോകുന്നത്? കാറ്റ്ലിൻ സ്റ്റാർക്ക് പറഞ്ഞു, അതെ. ടിരിയൻ ലാനിസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ സഹോദരിക്ക് വട്ടാണ്. 5 വർഷം മുൻപ് കണ്ട പോലെയല്ല അവർ ഇപ്പോൾ. പെട്ടെന്നൊരു കല്ല് വന്ന് അവരുടെ കൂടെയുള്ള ഒരാളുടെ തലയിൽ വീഴുന്നു. കാട്ടുവാസികൾ, ഹിൽ ട്രൈബ്സ് അവരെ വളഞ്ഞിരിക്കുന്നു. കാറ്റ്ലിൻ സ്റ്റാർക്ക് അലറി, എല്ലാവരും ആയുധമെടുക്കൂ, പോരാടൂ. ടിരിയൻ ലാനിസ്റ്റർ വിളിച്ചു പറഞ്ഞു, എന്റെ കെട്ടുകൾ അഴിക്കൂ. ഞാൻ മരിച്ചാൽ നിങ്ങൾക്കെന്തു ഗുണം? കാറ്റ്ലിൻ ആദ്യം മടിച്ചു നിൽക്കുന്നു. ഒടുവിൽ അവൾ ടിരിയനിന്റെ കെട്ടുകൾ അഴിക്കുന്നു. യുദ്ധം മുറുകുന്നു. ടിരിയൻ ഒരു പരിച ഷീൽഡ് കൈക്കലാക്കി
കാറ്റ്ലിനെ ആക്രമിക്കാൻ വന്ന ഒരാളെ തടയുന്നു. അവൻ ആ പരിച വെച്ച് അയാളുടെ മുഖം ഇടിച്ചു തകർക്കുന്നു. ഒടുവിൽ വാടകക്കൊലയാളിയായ ബ്രോണിന്റെ സഹായത്തോടെ അവർ ശത്രുക്കളെ തോൽപ്പിക്കുന്നു. ടിരിയൻ ലാനിസ്റ്റർ കിതച്ചുകൊണ്ട് ബ്രോണിനോട് ചോദിച്ചു, ഒരു പെണ്ണിനെ വേണം. യുദ്ധം കഴിഞ്ഞാൽ അതാണല്ലോ പതിവ്. ബ്രോൺ പറഞ്ഞു, അവൾ തയ്യാറാണെങ്കിൽ എനിക്കും സമ്മതമാണ്. അവർ കാറ്റ്ലിനെ ഉദ്ദേശിച്ചാണ് തമാശ പറഞ്ഞത്. വിന്റർഫെല്ലിൽ ബ്രാൻ സ്റ്റാർക്ക് തന്റെ പാഠങ്ങൾ പഠിക്കുകയാണ്. ഓരോ കുടുംബത്തിന്റെയും ചിഹ്നങ്ങളും മുദ്രാവാക്യങ്ങളും അവൻ മേസ്റ്റർ ലൂവിനിന് പറഞ്ഞുകൊടുക്കുന്നു. പക്ഷെ ബ്രാനിന്റെ ശ്രദ്ധ മുഴുവൻ മുറ്റത്ത് അമ്പെയ്ത്ത് പരിശീലിക്കുന്ന തിയോൺ ഗ്രേ ജോയിലാണ്. മേസ്റ്റർ ലൂവിൻ പറഞ്ഞു, ലാനിസ്റ്റർ കുടുംബത്തിന്റെ വാക്കുകൾ എന്താണ്? ബ്രാൻ സ്റ്റാർക്ക് പറഞ്ഞു, എ ലാനിസ്റ്റർ ഓൾവേസ് പേയ്സ് ഹിസ് ഡെറ്റ്സ്. ലാനിസ്റ്റർ എപ്പോഴും കടം വീട്ടും. മേസ്റ്റർ ലൂവിൻ തിരുത്തി, അല്ല, അത് അവരുടെ ചൊല്ലു മാത്രമാണ്. ശരിക്കുള്ള വാക്കുകൾ അതല്ല. ബ്രാൻ ആലോചിച്ചു പറഞ്ഞു, ഹിയർ മീ റോർ, എന്റെ ഗർജനം കേൾക്കൂ. അതേസമയം തിയോൺ ഗ്രേജോയ്ക്ക് ഉള്ളിൽ വലിയ അസൂയയുണ്ട്. ടിരിയൻ വന്നപ്പോൾ വേശ്യയായ റോസിനെ അവനാണ് തെരഞ്ഞെടുത്തത്. റോസ് തിയോണിനെ കളിയാക്കുന്നു. ടിരിയൻ നിന്നേക്കാളും പണക്കാരനാണ്. അവൻ നല്ല മിടുക്കനുമാണ്. തിയോൺ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ ഗ്രേജോയാണ്. 300 വർഷമായി ദ്വീപുകൾ ഭരിക്കുന്നവരാണ് ഞങ്ങൾ. സ്വന്തം വീട്ടിൽ ഇവിടെ ഒരു ബന്ദിയായി കഴിയേണ്ടി വരുന്നതിന്റെ നിരാശ തിയോണിന്റെ മുഖത്ത് കാണാം. കിങ്സ് ലാൻഡിംഗിൽ ആര്യ സ്റ്റാർക്ക് ഒരു പൂച്ചയെ ഓടിച്ച് കൊട്ടാരത്തിന്റെ ഇരുണ്ട നിലവറകളിൽ എത്തുന്നു. അവിടെ വലിയ ഡ്രാഗൺ തലയോട്ടികൾക്കിടയിൽ അവൾ ഒളിക്കുന്നു. അപ്പോൾ 2 പേർ, വാരീസും ഇല്ലീരിയോയും നടന്നുവരുന്നത് അവൾ കാണുന്നു. അവർ ഗൂഢാലോചന നടത്തുകയാണ്. വാരീസ് പറഞ്ഞു, അവൻ നെഡ് സ്റ്റാർക്ക് കാര്യങ്ങൾ കണ്ടുപിടിച്ചു തുടങ്ങി. വൈകാതെ സത്യം പുറത്തുവരും. ഇല്ലീരിയോ ചോദിച്ചു, അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? യുദ്ധത്തിന് ഇനിയും സമയമായിട്ടില്ല. വാരീസ് പറഞ്ഞു, ഇനി കാത്തിരിക്കാൻ കഴിയില്ല. ചെന്നായിയും സിംഹവും സ്റ്റാർക്ക് ആൻഡ് ലാനിസ്റ്റർ തമ്മിൽ ഉടനെ യുദ്ധം തുടങ്ങും. ആര്യയ്ക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും അച്ഛൻ അപകടത്തിലാണെന്ന് അവൾക്ക് തോന്നി. അവൾ ഓടിപ്പോയി അച്ഛനോട് കാര്യം പറയുന്നു. അച്ഛാ, 2 പേർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവർ അച്ഛനെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നൈറ്റ്സ് വാച്ചിലെ യോരൻ അവിടേക്ക് കടന്നുവരുന്നു. യോരൻ പറഞ്ഞു, പ്രഭു, എനിക്ക് തനിയെ സംസാരിക്കണം. നെഡ് ബാക്കിയുള്ളവരെ പുറത്താക്കുന്നു. യോരൻ പറഞ്ഞു, അങ്ങയുടെ ഭാര്യ കാറ്റ്ലിൻ ടിരിയൻ ലാനിസ്റ്ററിനെ തടവിലാക്കി. നെഡ് സ്റ്റാർക്ക് ഞെട്ടിപ്പോയി. കാറ്റ്ലിൻ ചെയ്തത് വലിയൊരു അബദ്ധമാണെന്നും ഇത് യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. കാറ്റ്ലിൻ സ്റ്റാർക്കും സംഘവും മലമുകളിലുള്ള കോട്ടയായ ഈരിയിലെത്തുന്നു. അവിടെ കാറ്റ്ലിനിന്റെ സഹോദരി ലൈസ ആരനാണ് ഭരിക്കുന്നത്. ലൈസയ്ക്ക് മാനസികമായി വലിയ പ്രശ്നങ്ങളുണ്ട്. ലൈസ ആരൻ സിംഹാസനത്തിലിരിക്കുകയാണ്. അവളുടെ 6 വയസ്സുള്ള മകൻ റോബിൻ ആരൻ ഇപ്പോഴും അവളുടെ മടിയിലിരുന്ന് മുലപ്പാൽ കുടിക്കുന്നു. ഇത് കണ്ട് കാറ്റ്ലിൻ പോലും അമ്പരന്നു പോകുന്നു. ലൈസ ആരൻ അലറി, ഇവൻ ടിരിയൻ എന്റെ ഭർത്താവിനെ കൊന്നവനാണ്. ഇവനെ കൊല്ലണം. ടിരിയൻ ലാനിസ്റ്റർ പറഞ്ഞു, ഞാൻ ആരെയും കൊന്നിട്ടില്ല. റോബിൻ ആരൻ കൊച്ചുകുട്ടിയെപ്പോലെ പറഞ്ഞു, അമ്മേ, എനിക്ക് ആ കുളളൻ പറക്കുന്നത് കാണണം. മേക്ക് ഹിം ഫ്ലൈ. ലൈസ കൽപ്പിക്കുന്നു, ഇവനെ സ്കൈ സെല്ലിലേക്ക് മാറ്റൂ. ആകാശത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു വശം തുറന്ന ഭയാനകമായ ഒരു തടവറയാണത്. ഒന്ന് തെന്നിയാൽ ആയിരക്കണക്കിന് അടി താഴേക്ക് വീണു മരിക്കും. ടിരിയൻ അവിടെ ഭയത്തോടെയിരിക്കുന്നു. എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം. സ്മോൾ കൗൺസിൽ മീറ്റിംഗിൽ രാജാവ് റോബർട്ട് കടുത്ത ദേഷ്യത്തിലാണ്. ഡെനേറീസ് ടാർഗാരിയൻ ഗർഭിണിയാണെന്ന വാർത്ത ചാരന്മാർ വഴി ലഭിച്ചിരിക്കുന്നു. റോബർട്ട് ബരാത്തിയൻ പറഞ്ഞു, ആ വിദേശി പെണ്ണും അവളുടെ വയറ്റിലുള്ള കുട്ടിയും മരിക്കണം. അതാണെന്റെ കൽപ്പന. നെഡ് സ്റ്റാർക്ക് ഇതിനെ ശക്തമായി എതിർക്കുന്നു. നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമ്മളും ഭ്രാന്തൻ രാജാവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഞാൻ കുട്ടികളെ കൊല്ലാൻ കൂട്ടുനിൽക്കില്ല. റോബർട്ട് ബരാത്തിയൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഇത് യുദ്ധമാണ് നെഡ്. ദോത്രക്കി പടയാളികൾ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ എന്തു ചെയ്യും? അവർക്ക് ദയയില്ല. നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, അവർ കടൽ കടന്നുവരില്ല. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. റോബർട്ട് ബരാത്തിയൻ അലറി, ഞാൻ രാജാവാണ്. നീ ഞാൻ പറയുന്നതനുസരിച്ചേ പറ്റൂ. നെഡ് സ്റ്റാർക്ക് മെല്ലെ തന്റെ കോട്ടിൽ നിന്ന് ഹാൻഡ് ഓഫ് ദ കിങ് ബാഡ്ജ് ഊരി മേശപ്പുറത്ത് വയ്ക്കുന്നു. നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, എങ്കിൽ അങ്ങ് വേറെ ആരെയെങ്കിലും കണ്ടുപിടിച്ചോളൂ. അങ്ങയുടെ ഈ പാപത്തിൽ പങ്കുചേരാൻ എനിക്ക് വയ്യ. ഞാൻ പോകുന്നു. റോബർട്ട് ബരാത്തിയൻ അലറി, ഇറങ്ങിപ്പോ. വിന്റർഫെല്ലിലേക്ക് പൊയ്ക്കോ. ഇനി നിന്നെ എന്റെ മുന്നിൽ കണ്ടാൽ തലവെട്ടും ഞാൻ. നെഡ് ഇറങ്ങിപ്പോകുന്നു. രാജാവിന്റെ മുറിയിൽ റോബർട്ടും സെർസിയും സംസാരിക്കുന്നു. അവർ വീഞ്ഞു കുടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. റോബർട്ട് ബരാത്തിയൻ പറഞ്ഞു, 7 രാജ്യങ്ങളും ഭിന്നിച്ചു നിൽക്കുകയാണ്. പണ്ട് നമ്മൾ ഒന്നായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം മതി. ദോത്രാക്കികൾ വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സെർസി ബരാത്തിയൻ ചോദിച്ചു, അവർക്ക് സംഖ്യ കുറവല്ലേ? റോബർട്ട് ബരാത്തിയൻ പറഞ്ഞു, അതെ, പക്ഷെ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമ്മൾ അങ്ങനെയല്ല. സംസാരം അവരുടെ ദാമ്പത്യത്തിലേക്ക് നീങ്ങുന്നു. സെർസി ബരാത്തിയൻ ചോദിച്ചു, ഈ 17 വർഷത്തെ ദാമ്പത്യത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ നിമിഷമെങ്കിലും നമ്മൾ തമ്മിൽ സ്നേഹമുണ്ടായിരുന്നോ റോബർട്ട്? റോബർട്ട് ബരാത്തിയൻ അവളെ നോക്കി.
കള്ളം പറയാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. റോബർട്ട് ബറാത്തിയൻ പറഞ്ഞു, ഇല്ല. സെഴ്സി ബെറാത്തിയൻ നിർവികാരയായി പറഞ്ഞു. അത് കേട്ടപ്പോൾ ആശ്വാസമായി. റോബർട്ടിന്റെ മനസ്സ് ഇപ്പോഴും മരിച്ചുപോയ ലാന സ്റ്റാർക്കിന്റെ കൂടെയാണെന്ന് സെഴ്സിക്ക് ഉറപ്പാവുന്നു. നെഡ് സ്റ്റാർക്ക് വിന്റർഫെല്ലിലേക്ക് തിരിച്ചുപോകാൻ പെട്ടി പാക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ലിറ്റിൽ ഫിംഗർ വരുന്നത്. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, പോകുന്നതിനു മുൻപ് അങ്ങ് ഒരാളെ കൂടി കാണണം. ജോൺ ആറിൻ അവസാനമായി കണ്ടത് ആളെയാണ്. അവർ ഒരു വേശ്യാലയത്തിലേക്ക് പോകുന്നു. അവിടെ റോബർട്ടിന്റെ മറ്റൊരു മകൾ ബാസ്റ്റാർഡുണ്ട്, ഒരു കൈക്കുഞ്ഞ്. അവൾക്കും അച്ഛനെപ്പോലെ കറുത്ത മുടിയാണ്. ദ സീഡ് ഈസ് സ്ട്രോങ് എന്നതിന്റെ അർത്ഥമിതാണെന്ന് നെഡിന് മനസ്സിലാകുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന നെഡ് സ്റ്റാർക്കിനെ കാത്ത് ഒരു വലിയ സൈന്യവുമായി ജൈമേ ലാനിസ്റ്റർ നിൽപ്പുണ്ടായിരുന്നു. ജൈമേ ലാനിസ്റ്റർ ചോദിച്ചു, എന്റെ അനിയൻ എവിടെ സ്റ്റാർക്ക്? നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, അവനെ പിടിക്കാൻ പറഞ്ഞത് ഞാനാണ്. അവൻ ചെയ്ത കുറ്റങ്ങൾക്ക് വിചാരണ നേരിടാൻ. ജൈമേ ലാനിസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ എന്റെ അനിയനെ തിരിച്ചുകിട്ടാൻ ഞാൻ എന്തു ചെയ്യണം? ജൈമേ ലാനിസ്റ്റർ ഭടന്മാരോട് പറഞ്ഞു, ഇവനെ ജീവനോടെ പിടിക്കൂ, ബാക്കിയുള്ളവരെ കൊന്നേക്കൂ. അവിടെ തെരുവിൽ വെച്ച് ആവേശകരമായ യുദ്ധം നടക്കുന്നു. നെഡ് സ്റ്റാർക്കിന്റെ ഏറ്റവും വിശ്വസ്തനായ ക്യാപ്റ്റൻ ജോറി കസൽ ജൈമയെ ആക്രമിക്കാൻ ചെല്ലുന്നു. പക്ഷെ ജൈമേ നിഷ്പ്രയാസം ജോറിയുടെ ആക്രമണം തടുക്കുന്നു. എന്നിട്ട് ഒരു കഠാര ജോറിയുടെ കണ്ണിലേക്ക് കുത്തിയിറക്കി അവനെ കൊല്ലുന്നു. തന്റെ പ്രിയപ്പെട്ട അംഗരക്ഷകൻ മരിക്കുന്നത് കണ്ട് നെഡ് സ്റ്റാർക്ക് ഞെട്ടിപ്പോയി. ദേഷ്യം വന്ന നെഡ് സ്റ്റാർക്ക് ജൈമയുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. രണ്ടുപേരും തുല്യശക്തികളാണ്. വാളുകൾ തമ്മിലടിക്കുന്ന ശബ്ദം മാത്രം. ജൈമയ്ക്ക് ആദ്യമായി ഒരു ശക്തനായ എതിരാളിയെ കിട്ടിയിരിക്കുകയാണ്. ജൈമെ ആവേശത്തോടെ പോരാടുന്നു. പക്ഷെ ഇതിനിടയിൽ ജൈമയുടെ ഒരു ഭടൻ പിന്നിലൂടെ വന്ന് നെഡ് സ്റ്റാർക്കിന്റെ കാലിൽ കുന്തം കൊണ്ടുകുത്തുന്നു. നെഡ് വേദന കൊണ്ട് നിലത്തു വീഴുന്നു. ജൈമെ ആ ഭടനെ അടിക്കുന്നു. ഒരു ന്യായമായ യുദ്ധമായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് എന്ന ഭാവത്തിൽ. ജൈമേ ലാനിസ്റ്റർ പറഞ്ഞു, എന്റെ അനിയനെ എനിക്ക് തിരിച്ചുവേണം സ്റ്റാർക്ക്. നെഡിനെ രക്തത്തിൽ കുളിച്ച നിലയിൽ തെരുവിലുപേക്ഷിച്ച് മരിച്ചുകിടക്കുന്ന ജോറിയുടെ മൃതദേഹത്തിനരികിൽ വിട്ടിട്ട് ജൈമേ അവിടെ നിന്ന് പോകുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. അങ്ങനെ ചോരയിൽ കുളിച്ച കിങ്സ് ലാൻഡിംഗിലെ തെരുവിൽ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കേറ്റ്ലിൻ സ്റ്റാർക്ക് ടിരിയനെ തട്ടിക്കൊണ്ടുപോയത് ഒരു വലിയ യുദ്ധത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അതിന് ആദ്യം വില കൊടുക്കേണ്ടി വന്നത് പാവം ജോറി കാസലിനാണ്. ഇപ്പോൾ നെഡ് സ്റ്റാർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ബോധരഹിതനായി കിടക്കുന്നു. ജൈമേ ലാനിസ്റ്റർ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയാണ് കണ്ടറിയേണ്ടത്, സ്വന്തം സുഹൃത്തായ നെഡ് സ്റ്റാർക്കിനെ ആക്രമിച്ചതിന് രാജാവായ റോബർട്ട് ബറാത്തിയൻ ജൈമേയെ ശിക്ഷിക്കുമോ? അതോ ലാനിസ്റ്റർ കുടുംബത്തെ ഭയന്ന് രാജാവ് മൗനം പാലിക്കുമോ? അതുപോലെ ആകാശത്തടവറയിൽ സ്കൈസൽ കിടക്കുന്ന ടിരിയൻ ലാനിസ്റ്ററിന് എന്ത് സംഭവിക്കും? അവന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. 1. കാറ്റ്ലിൻ സ്റ്റാർക്ക് എടുത്തുചാടി പ്രവർത്തിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരാണോ ഈ യുദ്ധത്തിന് കാരണക്കാരി? 2. ജൈമേ ലാനിസ്റ്റർ ചെയ്തത് ക്രൂരതയാണോ? അതോ സ്വന്തം അനിയനെ രക്ഷിക്കാൻ ഏതൊരു ചേട്ടനും ചെയ്യുന്ന കാര്യമാണോ? 3. നെഡ് സ്റ്റാർക്ക് രാജാവിന്റെ ഹാൻഡ് സ്ഥാനം രാജിവെച്ചത് ഉചിതമായ തീരുമാനമായിരുന്നോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡായ എ ഗോൾഡൻ ക്രൗണിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.